സീറോ മലബാർ സഭയ്ക്ക് കീഴിലെ തൃശൂർ പുത്തൻപള്ളിയിൽ നിന്ന് ഭണ്ഡാരപ്പണം മോഷ്ടിച്ചുവെന്ന് പരാതി. ട്രസ്റ്റിമാരായ ജോസ് ആലപ്പാടിനും കിരൺ ചാണ്ടിക്കുമെതിരെ മറ്റൊരു ട്രസ്റ്റിയും ഇടവക അംഗങ്ങളുമാണ് പരാതിപ്പെട്ടത്. നേർച്ചയായി ലഭിച്ച പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനിടയിൽ ഇരുവരും മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. പരാതി നൽകിയിട്ടും കുറ്റക്കാർക്കെതിരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് പരാതിക്കാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അമ്പലക്കൊള്ളകളുടെ വാർത്തകൾക്കിടയിലാണ് മറ്റൊരു പള്ളിക്കൊള്ളയുടെ വാർത്തകൾ കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇക്കഴിഞ്ഞ ഡിസംബർ 2 മുതൽ 19 വരെയുള്ള വിവിധ സമയങ്ങളിലായി നടന്ന മോഷണത്തിൻ്റെതായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയങ്ങളിലൊന്നാണ് പുത്തൻപള്ളി. തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലെ ഏറ്റവും പ്രശസ്തമായ ദേവാലയങ്ങളിലൊന്ന്, സീറോ മലബാർ സഭയ്ക്ക് കീഴിലെ ഏറ്റവും പുരാതനമായ ദേവാലയങ്ങളിലൊന്ന്. അങ്ങനെ ഒട്ടേറെ സവിശേഷതകളും പ്രത്യേകതകളുമുള്ള തൃശൂർക്കാരുടെ ഹൃദയവികാരങ്ങളിലൊന്നായ പുത്തൻപള്ളിയിൽ നടന്ന മോഷണത്തിന്റെ ദൃശ്യങ്ങളാണിത്. കമ്മിറ്റിയുടെ ഭാരവാഹികളായ പള്ളി കമ്മിറ്റി ട്രസ്റ്റിമാർ തന്നെ ആയിട്ടുള്ള ആളുകൾ ചേർന്നാണ് ഇത്തരത്തിൽ പണാപഹരണം നടത്തുന്നത് എന്നുള്ളതാണ് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. നവംബർ മാസത്തിലായിരുന്നു പുത്തൻപള്ളി പെരുന്നാൾ നടന്നിരുന്നത്. ആ പെരുന്നാളിന് ശേഷം ഭണ്ഡാരങ്ങൾ തുറക്കുന്നത് ഡിസംബറിലാണ്. ഡിസംബറിൽ ഭണ്ഡാരങ്ങൾ തുറന്ന് ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ട്രസ്റ്റിമാരാണ് ഇത്തരത്തിൽ ഭണ്ഡാരങ്ങൾ പണം എണ്ണുന്നതും തിട്ടപ്പെടുത്തുന്നതും പിന്നീട് പള്ളി വക അക്കൗണ്ടിലേക്ക് ബാങ്കിലേക്ക് മാറ്റുന്നതുമെല്ലാം. ഈ തെരഞ്ഞെടുക്കപ്പെട്ട 4 ട്രസ്റ്റിമാരിൽ 2 പേർ ഇത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തന്നെ പണം ഇങ്ങനെ അപഹരിച്ച് മാറ്റുന്നതിൻ്റെതായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ആ പണം എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം ഓരോ ബണ്ടിലുകളും എത്രയുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ലെഡ്ജറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ ലെഡ്ജറിൽ രേഖപ്പെടുത്തുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ ആളുകൾ ചേർന്ന് പണം മാറ്റുന്നത്. ആ സ്വകാര്യമായ പള്ളിവക അനുവദിക്കപ്പെട്ട ലോക്കറിലേക്കും സ്വന്തം പോക്കറ്റുകളിലേക്കും ഈ ആളുകൾ പണം മാറ്റുന്നത് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാകും. ഇക്കാര്യങ്ങൾ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു ട്രസ്റ്റി പരിശോധിക്കുകയും ഈ പരിശോധിച്ചതിൽ നിന്നും CCTV ആക്സസ് അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്നു. ആ CCTV പരിശോധന നടത്തിയതിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങൾ ഈ തെളിവുകൾ കൈയോടുകൂടി പിടികൂടുന്നതും. ഇത് സംബന്ധിച്ച് തൃശൂർ അതിരൂപതയ്ക്കും ഈ പള്ളിയുടെ വികാരി ഫാദർ തോമസ് കാക്കശ്ശേരിക്കുമടക്കം പരാതി നൽകിയിരുന്നു ഈ ട്രസ്റ്റി. പക്ഷേ ഈ പരാതിയിന്മേൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല സഭാതലത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ഈ ചെയ്ത ആളുകൾ ഇത്തരത്തിൽ പണം മാറ്റിയ 2 പേർ ഈ 2 പേർക്കെതിരെ നടപടികളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്തു. പിന്നീട് വിശദമായ ഒരു അന്വേഷണത്തിൽ നടത്തിയ എൻക്വയറിയിൽ അന്വേഷണ കമ്മീഷൻ നടത്തിയ എൻക്വയറിയിൽ ഇത്തരത്തിൽ തെറ്റ് സഭ്യമല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു. സ്വകാര്യ ലോക്കറിലേക്ക് മാറ്റിയ നടപടി ഉചിതമല്ല തുടങ്ങിയ കാര്യങ്ങൾ ഈ അന്വേഷണ കമ്മീഷൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള നടപടികളൊന്നും ഇരുവർക്കെതിരെ ഉണ്ടാകുന്നില്ല.